എഴുന്നേറ്റോടി. വരുന്നേ എഴുന്നേറ്റോ നീ? ചായ ഇട്ടോ? നീ കിടക്കുന്ന കിടന്നോ? ഞാൻ ഇന്ന് 8 മണിക്ക് പോയാ പോരെ. ചേട്ടൻ കിടക്കുന്ന ഞാൻ ഇവിടെ അച്ഛൻ്റെ കിടന്നെങ്കിൽ 6:30. ഞങ്ങള് ഞാനും ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ ഞാൻ എത്ര മരിക്കത്തില്ല, പക്ഷെ അച്ഛൻ അറിയാണ്ട് മരിക്കും. എനിക്ക് മനസ്സിലാവും. ഞാൻ 3:30 അലാറം കേട്ടപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുക. ഞാൻ ജസ്റ്റ് കറങ്ങി അവര് വന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ കിടക്കട്ടെ. ഇതിനോട് 10 മിനിറ്റ് നടക്കാൻ പോലെയേ ഉള്ളൂ. ഏതാ മറ്റേ ഹബീബ് ബാഗിന്റെ അവിടെ 10 മിനിറ്റേ ഉള്ളൂ. അവരിപ്പോഴേ വരത്തില്ലല്ലോ. നീ പോകുന്നതിന് വരുമോ? എന്തായാലും ഒരു 6-7 മണിക്കുള്ള വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവിടുന്നത് ആരാന്ന് അറിയത്തില്ല. ഒന്നാമത് അച്ഛനാണ് എല്ലായിടും ഇന്നലെ മൊത്തം മറ്റേ പുള്ളി വണ്ടി വിളിക്കത്തില്ലയോ? ചിന്തനോടെ കാണും. നീ വണ്ടി നീ എന്നാ ഓഫീസിന് വലിയ പ്രശ്നമല്ലല്ലോ. അവിടെ പോയിരുന്നു നീ ഒഴിച്ച് വെക്കുന്ന പഠിക്കുന്നത് നോക്കടേ കൂടെ. ഇപ്പൊ പിന്നെ ഇപ്പൊ സെറ്റാവുന്ന നല്ലത്. പിന്നെ വേറെ കാര്യമുണ്ട്. അല്ലല്ല നീ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നീ ജോലി കളയരുത്. ബിസിനസ് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. അപ്പൊ നിനക്കിപ്പോ ഈ പൈസ നിനക്ക് നിന്റെ ഹാൻഡിൽ കിട്ടുന്ന പൈസ ഇല്ലേ, അത് കളയരുത്. ബിസിനസ് സപ്പോർട്ട് ചെയ്ത് തന്നാലും ഇപ്പൊ ഈ കിട്ട ജോലികൾക്ക് എല്ലാം കൊണ്ടും നല്ലൊരു ജോലിയാണ്. കൊച്ചിന്റെ കാര്യം നോക്കാനും എല്ലാവർക്കും നല്ലത്. വേണം പക്ഷെ ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും പഠിക്കുക. ഈ ഇൻഫെക്ഷൻ കൺട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ സൈഡിൽ കൂടെ പഠിച്ചു വെച്ചാലേ ഇപ്പഴല്ല ഫ്രീയൊക്കെ ആകുമ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ നമ്മൾ അപ്ഗ്രേഡ് വെച്ചാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഇപ്പം നാളെ ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ വേറെ കാര്യത്തിൽ നിൽക്കാതെ എന്തെങ്കിലും സൈഡായിട്ട് പഠിക്കാം. ഇൻഫെക്ഷൻ കൺട്രോളോ അല്ലെങ്കിൽ പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് അത്രയും പാട് പറ്റില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിപ്ലോമ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിരിക്കും നമുക്കത് എപ്പോഴും നല്ലത്. എനിക്ക് MSc എൻ്റെ ഫ്യൂച്ചർ എനിക്ക് മെഡിസൺ എടുക്കണം ഭയങ്കര ആഗ്രഹം. നമുക്ക് സാമ്പത്തിക സമയം പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പൊ പിള്ളേരൊന്നുള്ള ഇതായിട്ട് എടുക്കും. ഞാൻ 2 വർഷം ഞാൻ എടുക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് MSc നല്ലതായിട്ട് നമ്മൾ മറ്റേ റിസർച്ച് ഒക്കെ വരുന്നത് നമ്മൾ നല്ല എഫേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വെറുതെ അങ്ങ് പഠിച്ചെടുക്കാൻ പറ്റില്ല. വേറെ ആൾക്കാർക്ക് പറ്റും, നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡിയും എല്ലാത്തിനും പോയി ചെയ്യണ്ടേ. അപ്പൊ ഞാൻ എടുക്കും 2 വർഷം എന്തെങ്കിലുമൊക്കെ അല്ലാതെ സൈഡായിട്ട് ഡിപ്ലോമ ഇൻഫെക്ഷൻ കൺട്രോളോ അങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ നല്ലതാണ്. സ്കോപ്പ് അമ്മ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സൊക്കെ കയറാം. വലിയ തലവേദനത്തെ ജോലിയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കയറി അതിന്റെ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോയി നമ്മൾ വാടി കൂട്ടി. ഇൻഫെക്ഷൻ കൺട്രോൾ നല്ലൊരു പൊസിഷൻ. എനിക്ക് താല്പര്യം ഇൻഫെക്ഷൻ കൺട്രോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. നമുക്ക് ചൊറിയാം നമ്മളെ പഠിച്ചിട്ടവര് ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്ക് ഈ ഐവിയുടെ ഒക്കെ നമുക്കറിയാം. ഐവിയുടെ എടുക്കേണ്ട യൂസ്ലെസ് ആണ്. ഇൻഫെക്ഷൻ നമ്മളൊരു പൊസിഷൻ ഒരു പോസ്റ്റാണ്. പോസ്റ്റിൽ കിട്ടിയാലും നമുക്ക് അത് പോസ്റ്റാണ്. നമുക്ക് ഈ പറഞ്ഞ നെക്സ്റ്റ് മാനേജർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ഒക്കെ പോലെ തന്നെ ഒരു ഇല കിട്ടുന്നൊരു പോസ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. അതുപോലെ പിന്നെ ഈ ബാക്കി വരുന്നവർക്ക് പാരാസൈറ്റിക്കുള്ള വേറെ ആൾക്കാർ. നമ്മൾ നേഴ്സുമാർക്ക് പറ്റിയൊരു ഒന്ന് എഡ്യൂക്കേറ്റർ ആണെങ്കിൽ നമുക്ക് MSc വേണം. ഇവിടെ നാട്ടിൽ BSc മതി. ഇവിടെ MSc വേണം. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളാ. പിന്നെ നമുക്ക് ഒന്ന് സ്റ്റാൻഡ് ചെയ്തിരിക്കാൻ പറ്റിയ പോസ്റ്റ് വേറെ നമ്മൾ പഠിക്കും. പിന്നെ ഈ ഏതായാലും ആ ഐവിയുടെ ഒക്കെ തലവേദന പരിപാടി. ഐവിയുടെ ഒക്കെ IV സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയാലും നമുക്ക് പണി എല്ലാവരും വിളിച്ച് പോയി കിട്ടണ്ടേ. നമുക്ക് സ്പെഷ്യലിസ്റ്റ് പഠിച്ച് നമുക്ക് ആവശ്യം തലവേദന പരിപാടി. ഊണ്ടുകയർ നേഴ്സാവാം. അതൊക്കെ അരമ്പ് പരിപാടി. അതിനൊക്കെ നല്ലത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കാനും റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനും കച്ചി സിസ്റ്റം വർക്കും കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്.
നമ്മൾ പഠിച്ചോണ്ടിരിക്കലും നഷ്ടമില്ലല്ലോ. ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ എവിടെ പോയി ഈ സമയത്ത് വെറുതെ രാത്രി നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. MSc എടുക്കണമെങ്കിൽ ഈ ഇൻഫെക്ഷനോട് എടുക്കണമെങ്കിൽ എപ്പോഴും നല്ലതല്ലേ. എനിക്ക് പ്ലാൻ MSc എടുക്കണമെങ്കിൽ വലിയ ആഗ്രഹം. ഞാൻ ഓസ്ട്രേലിയയുടെ IHM വലിയൊരു ഇതുണ്ട്. നമുക്ക് 5 lakhs രൂപയോളം ആവും ഓസ്ട്രേലിയയുടെ. അത് നമുക്ക് മാസ്റ്റേഴ്സിന്റെ തന്നെ 6 മാസത്തെ കോഴ്സാണ്. നമുക്ക് MScയുടെ അത്രയും നല്ല ലെവൽ വരുന്നത് 5 lakhs വേണം. അതിന് എത്തിയിട്ടുണ്ടോ കൊണ്ടെങ്കിൽ അയച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ അല്ലാതെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് ഇതുപോലെ നമുക്ക് പഠിക്കാൻ 6 മാസം കൂടെ പഠിച്ചെടുക്കാന്നുള്ളത് നല്ല കാര്യം. 5 lakhs പഠിപ്പിച്ചോ റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഏകദേശം നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ അവിടെ AUD വെച്ചാൽ പറഞ്ഞു. ഓസ്ട്രേലിയൻ ഡോളർ നമ്മൾ എൻ്റെ കാലത്ത് 5 ലക്ഷം രൂപ വേണം നമുക്ക് പഠിച്ചത്. പക്ഷെ നല്ല 6 month കൊണ്ട് നമുക്കൊരു മാസ്റ്റേഴ്സ് കിട്ടും. നമുക്ക് ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ പുറത്ത് പോയാൽ ഇവിടെ ആയാലും നമുക്കൊരു മാസ്റ്റർ ലെവലുള്ള നമ്മൾ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ഡിഗ്രിയാണ്. എനിക്കുണ്ട് ഞാൻ അയച്ചത് എന്നെ കൊണ്ടെടുക്കാൻ എടുക്കാനൊക്കെ ഞാൻ എടുക്കണമെങ്കിൽ അങ്ങനെ MSc എടുക്കത്തില്ല. അല്ലാതെ നമ്മളെ ഈ 2 വർഷത്തെ MSc ഞാൻ ഈ ഓസ്ട്രേലിയ MSc എടുക്കാൻ എന്റെ പരിപാടി എടുക്കുവാണെങ്കിൽ ഞാൻ ക്രിട്ടിക്കൽ കെയറിൽ എന്റെ സ്പെഷ്യാലിറ്റി ക്രിട്ടിക്കൽ കെയർ ഞാൻ എടുക്കും. നിനക്ക് ഇപ്പൊ നിനക്ക് എക്സ്പീരിയൻസ് IP അപ്പൊ മെഡിക്കൽ സർജിക്കലിന്റെ ഉണ്ട്. മെഡിക്കൽ സർജിക്കൽ എടുത്താൽ ഞാൻ IC സ്പെഷ്യാലിറ്റി IC എടുക്കും ക്രിട്ടിക്കൽ കെയറിന്. അതെടുക്കണം. ഞാൻ എന്നെ ഷെയർ ചെയ്ത് തരാം. മര്യാദ എനിക്ക് അഡ്മിഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം ഒരുമിച്ച് അടിക്കണ്ട. ആദ്യം കണ്ട് നമ്മൾ 50,000 അടയ്ക്കണം. പിന്നെ 3 മാസം അങ്ങനെ 6 മാസത്തിനുള്ളിൽ അടച്ചാൽ മതി. ഇനി അയച്ചു തരാം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ല അവര് ഓരോ 3 month കൂടുമ്പോൾ അടച്ചെടുത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് പറ്റുമ്പോൾ ഞാൻ അതെടുക്കാട്ടോ. പക്ഷെ ഇപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ പറ്റത്തില്ല. മൂലങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പൊ നിനക്കറിയാം 2 പേരെ പഠിപ്പിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യണം, അവിടെ സെറ്റിൽ ആവണം. അവിടെ ചെന്ന ഒരു മോളങ്ങളെ കൊണ്ടുവന്ന് പിള്ളേരെന്നും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യലി ഹാൻഡിൽ ഒരു 1 lakh കൈ വെച്ചു ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാൻ വേറെ ഒന്നും വേണ്ടല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ ഇവരുടെയൊക്കെ സ്വഭാവം ഇതൊക്കെ നല്ല പക്ഷെ ഇതൊക്കെ സ്വഭാവം. അതുകൊണ്ട് എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്റ്റാൻഡ് നിൽക്കാൻ പഠിക്കും.